ജസ്വി, നീ ഞങ്ങളോട് വന്നേ പറ്റൂ. നിന്റെ ടീമും എല്ലാവരെയും കൊണ്ട്. കാരണം ഞങ്ങൾ വലിയൊരു യുദ്ധത്തിന് പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ലാവ പ്ലാനറ്റിലേക്ക്. അതുകൊണ്ട് ഞാൻ നിനക്ക് കുറച്ച് പവേഴ്സ് തരാം. നിന്റെ ടീമിന് എല്ലാവർക്കും തരാം. എല്ലാവരും കൂട്ടിയിട്ട് ലാവ പ്ലാനറ്റിലേക്ക് വാ. ഇതാ പവേഴ്സ്. താങ്ക് യു മാർഷാനോ. എന്തായാലും ഞാൻ എത്രയും പെട്ടെന്ന് എൻ്റെ ടീമിനെയും കൊണ്ട് അവിടേക്ക് വരേണ്ടതാണെന്ന് തോന്നുന്നു. ശരി, ഞാൻ പോവുക. ബോയ്, എൻ്റെ ടീമപ്പായിട്ട് ഞാൻ ഉടനെ ലാവ പ്ലാനറ്റിലേക്ക് വരുന്നതാണ്. നിങ്ങളെന്താ ചെയ്യുന്നത് നല്ല കാര്യമാണ്. ബോയ്. ഓക്കെ, ഞങ്ങൾ പോകാം. ടേക്ക് കെയർ ജെസിബി. ബൈ ബൈ. എനിക്ക് തോന്നുന്നു ഇതാണ് നമ്മുടെ സ്ഥലം, അതായത് ലാവ പ്ലാനറ്റ്. വരൂ, ഹെഡ്ലെസ് ഗോസ്റ്റ് ആൻഡ് പിങ്ക് ലേഡി. ഇവിടെ നല്ല ഇരുട്ടാണ്. രാംസന്ദ് ഇവിടെ മുഴുവൻ അന്ധകാരം കൊണ്ട് മൂടി വെച്ചിരിക്കുകയാണ്. ഇതെന്താ സൗണ്ട് കേൾക്കുന്നുണ്ടോ? നമ്മൾ ഇതാരാണ്? ആ, ഇവിടുത്തെ പടയാളികൾ ഉണ്ട്, അതായത് പ്രൊട്ടക്ടേഴ്സ് ഈ ലാവ പ്ലാനറ്റിന്റെ. വരൂ, ഇവിടെ മാർഷാനോ, ഞാൻ ജെസിബിയ എത്തി. ജെസിബി, ബാക്കിയുള്ളവരോടെ ലെറ്റ്സ് റെഡി ഫോർ ഫൈറ്റ്. എല്ലാവരും ഇപ്പെത്തും. എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ഞാൻ വേഗം വന്നതാണ്. ഗുഡ്, അവൻ്റെ എല്ലാം തടയും. നിങ്ങൾ ചെയ്തു. നീ എൻ്റെ ഊഴം. ഫാഷനും ഇത് ഇത്രയ്ക്ക് എളുപ്പമായിരുന്നോ? എനിക്കും അറിയില്ലായിരുന്നു. അതെ, ഇത് ഇത്രയും അയ്യോ ഇത്രയും പ്രകാശം. അവിടെ നിങ്ങൾക്ക് തോൽപ്പിച്ചൊന്നു വരാം, പക്ഷേ പടയാളികളുടെ ലീഡറായ എന്നെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് ഇനി അത്ര സമയം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും ഒട്ടടിക്കാൻ ഞാനാണ്. എല്ലാ ലീഡറുകളുടെയും മൂത്തവൻ, എക്സെപ്റ്റ് രാംസന്റെ പിതാവും രാംസന്തും. ലീഡർമാരുടെ എല്ലാം ലീഡറാണ് ഞാൻ, പടയാളികളുടെ ലീഡർ. എല്ലാവരെയും ഞാൻ ഒട്ടടിക്ക് തീർക്കലാണ് പതിവ്. ഇവനെയൊക്കെ കുറേ പേര് തോൽപ്പിച്ചിട്ടുണ്ട്, പക്ഷെ എന്നെ തോൽപ്പിക്കാൻ കുറേ പേര് മരിച്ചു പോയിരിക്കുന്നത്. നിങ്ങൾ എന്ത് കാണിക്കാനാണ് ഇവിടേക്കെല്ലാം വന്നത്? ഞാൻ മാർഷാനോ, ഇത് ഹെഡ്ലെസ് ഗോസ്റ്റ്, പിങ്ക് ലേഡി, എൻ്റെ സുഹൃത്ത് ജെസിബി. എൻ്റെ കയ്യിൽ ഗിറ്റാർ കാണില്ലേ, എൻ്റെ ഉള്ള ഒരാളുണ്ട്. ഈ ഗിറ്റാർ ഗുഹയിലത്തുള്ള ഒരാൾ വെച്ചിട്ട് പോയതാണ്. ഈ ഗുഹയിലത്തുള്ള ആളുടെ ആത്മാവ്. അപ്പോൾ ഈ ഗിറ്റാർ എൻ്റെ കയ്യിൽ കിട്ടി. അപ്പോൾ ഈ ഗിറ്റാർ എൻ്റെ കയ്യിൽ കിട്ടി. ഇപ്പോൾ എൻ്റെ കൂടെ ഒരു കത്തും കിട്ടി. അതിൽ നിന്നും എല്ലാം എനിക്ക് മനസ്സിലായി. അതായത് കുറച്ച് ദിവസം മുമ്പ് ഈ ആളാണ് നിങ്ങളെന്നെ തോൽപ്പിക്കാൻ ഇവിടെ എത്തിയത്. എന്നിട്ട് അയാൾ തോച്ചിട്ട് വന്നിട്ട് ഈ ഗിറ്റാർ അവിടെ വെച്ചതാണ്, പരിക്കൊക്കെ പറ്റിയിട്ട്. എന്നിട്ടാണ് എനിക്ക് ഈ ഗിറ്റാർ കിട്ടിയത്. അന്നെല്ലാം എല്ലാ കഥയും മനസ്സിലാക്കി. അപ്പം ഞങ്ങൾക്ക് ഇതിനുള്ളിലുള്ള ആ പെട്ടുപോയ ആളിനെ മാത്രം രക്ഷിക്കാനാണ് ഞങ്ങൾ ഇവിടെ വന്നത്. രാംസന്ദിനെ കീഴടക്കിയ ഇതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആൾ പുറത്തേക്ക് വരും. അയ്യോ, ഞാൻ അതെങ്ങനെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കും? ഞാനൊരാൾ തന്നെയായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നത്. ഞാൻ പറഞ്ഞത് സത്യമാണ്. എന്നിട്ടാണ് എൻ്റെ അവസ്ഥ ഇങ്ങനെയായത്. രാംസന്ദ് എന്നെ പിടിച്ചിട്ട് ഒരു പടയാളിയാക്കി. എന്നിട്ട് ഞാനാണ് വരുന്നവരെയൊക്കെ തടഞ്ഞ് നിർത്തിയത്. കൂടുതൽ എനിക്കങ്ങനെ ചെയ്യേണ്ടി വന്നു. അയാൾ പറയുന്നത് എനിക്ക് എന്തായാലും മനസ്സിലാക്കണമല്ലോ. അപ്പോൾ ചെയ്തപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ അങ്ങനെ കുറേ പേരിനെ ഞാനാണ് തടഞ്ഞത്. അപ്പോൾ അങ്ങനെ തടയാൻ നോക്കിയപ്പോഴാണ് ഞാൻ ഇവിടുത്തെ ലീഡർമാരുടെ എല്ലാം ലീഡർ, സൂപ്പർ ഹൈ ലീഡറായത്. അങ്ങനെ അപ്പോൾ എനിക്ക് ചുമതല കിട്ടി. ലാവ പ്ലാനറ്റിൻ്റെ ഏറ്റവും എൻട്രി ഗേറ്റിൻ്റെ അവിടെ നിന്ന് ആരൊക്കെ വരുന്നോ അവനെയൊക്കെ തീർത്ത് കളയണമെന്ന്. പക്ഷെ നിങ്ങളുടെ ഉദ്ദേശം വളരെ നല്ലതാണ്. നിങ്ങൾ ഒരാളിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. വേറെ വരുന്നവരൊക്കെ ഈ നാട് കീഴടക്കാൻ വേണ്ടി വന്നതാണ്.
പക്ഷേ ഞാൻ അങ്ങനെയല്ല. ഞാനും നിങ്ങളെ പോലെ തന്നെയാണ് വന്നത്. എന്നിട്ടാണ് ഞാൻ ഒരു അടിമയായത്. അകത്തൊക്കെ എന്നിട്ട് രാംചന്ദിനെ കാണാനുള്ള അത്രയും പവറാണ് എൻ്റെ കയ്യിലുള്ളത്. നിങ്ങൾക്ക് അത്രയും പവർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും രാംചന്ദിനെ കാണാൻ കഴിയും. നിങ്ങൾക്ക് ഞാനൊരു പ്രധാനപ്പെട്ട കഥ പറഞ്ഞുതരാം. രാംചന്ദ് എങ്ങനെയാണ് ഇവിടുത്തെ രാജാവായിരുന്നു. ഒരു ദിവസം രാംചന്ദ്രൻ്റെ പിതാവായ റീമാദ് ഇവിടേക്ക് ഒരു മന്ത്രം അയച്ചു. അത് കഥ പറയട്ടെ. ഓക്കെ, ആ മന്ത്രം അയച്ചിട്ട് ഇവിടെ ഒരു വലിയൊരു ഫോഴ്സ് സ്പീഡിൽ വരുന്ന ഒരു മന്ത്രം ലാവ പ്ലാനറ്റിൽ ഉള്ളിക്കറി അങ്ങനെ പാതാളം വരെ എത്തി. പാതാളത്തിൽ നിന്ന് ഒരു ശക്തി വന്നിട്ട് ഉണ്ടായതാണ് രാംചന്ദ്. എന്നിട്ട് കുറേ പേരെ കീഴടക്കി അങ്ങനെ രാജാവായിരുന്നു. കീഴടക്കി വലിയൊരു ദുഷ്ടനായി മാറി. രാംചന്ദ്രൻ്റെ പിതാവായ റീമാദ് ഇതെല്ലാം കണ്ട് അഭിനന്ദിച്ച് അവനെ പുകഴ്ത്തി. അങ്ങനെ ഒരു ദിവസം പറഞ്ഞു, ഞാനിപ്പോൾ ഇവിടെ നിന്ന് പോകുകയാണ് വേറൊരു ലോകത്തിലേക്ക്. അപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാനായിരുന്നു, ഇപ്പോൾ നീയാണ് ഇവിടുത്തെ രാജാവെന്ന്. അങ്ങനെ രാംചന്ദ്രനെ വലിയൊരു രാജാവാക്കിയിട്ട് റീമാദ് വേറൊരു ലോകത്തേക്ക് പുറപ്പെട്ടു. പിന്നെ രാംചന്ദ്രൻ നിങ്ങൾ വളരെ സൂക്ഷിക്കേണ്ടതാണ്. രാംചന്ദ്രനുള്ളിൽ വരുന്ന മഹാവെളിച്ചം ഏത് കോളനിയും നശിപ്പിക്കാനുള്ള അത്രയ്ക്കും ശക്തിയാണ് അദ്ദേഹത്തിൻ്റെ കൈകളിലുള്ളത്. എന്തായാലും നിങ്ങൾ വേഗം ഇപ്പോൾ ഉള്ളിൽ കിടക്കണ്ട. ഇറ്റ് ഈസ് ടൈം ഫോർ യു ടു ഗെറ്റ് റെഡി ഫോർ ദ വാർ. രാംചന്ദ്രൻ എന്തായാലും അറിയില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞോളാം ആരും ഇവിടെ എത്തിയിട്ടില്ലാന്ന്. ഓക്കെ, ഗുഡ് ലക്ക്, ബൈ. സോറി നിങ്ങൾ ആദ്യം ഉപദ്രവിച്ചതിന്. ഇനി എൻ്റെ പട്ടാളത്തിനെയും കൊണ്ട് ഞാൻ വേഗം പോവുകയാണ്. ഗുഡ് ബൈ. ഇതൊരു വലിയ കഥ കേട്ട പോലെ ഉണ്ട് ശരിക്കും. എനിക്ക് ഉറക്കമാണ് വരുന്നത്. JCB നിന്റെ ടീമിനെ വേഗം വിളിച്ചു വരുത്തോ. ശരി. ഹലോ ജീപ്പ്, എല്ലാം റെഡിയായി നിന്നോ? ഒരു മിനിറ്റ്. ജീപ്പ് എല്ലാവരെയും കൂട്ടിയിട്ട് വാ ലാവ പ്ലാന്റിലേക്ക്. സ്ഥലം അറിയാൻ തോന്നുന്നു. JCB എനിക്കറിയാം. ശരി, വേഗം വന്നോളൂ.